പ്രണയത്തിനുള്ള ശലഭം ഭാഗം 20. കൃതി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ആദ്യ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായിരുന്നു. നാളുകൾക്ക് ശേഷം അവനെ അങ്ങനെ കാണുന്നതുകൊണ്ട് അല്ലി അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഡിയർ വൈഫി, ഇനി നിന്നാ നമ്മൾ ലേറ്റ് ആവും, ആദ്യ കള്ളച്ചിരിയോടെ പറഞ്ഞു. അല്ലി ചമ്മലോടെ മുഖം തിരിച്ചു. എന്തൊരു പഞ്ചപാവമായിരുന്നു. ഇപ്പൊ വന്ന് വന്ന് കള്ളത്തര കുഞ്ഞൊരു നേരമില്ല, അല്ലി പെറുപെറുത്തു. ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് അത് നല്ല ശീലമല്ല കൃതി, പ്രത്യേകിച്ച് ഞാനിവിടെ ഉള്ളപ്പോ, ആദ്യം അല്ലിയുടെ പുറകിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അല്ലി കണ്ണാടിയിലൂടെ അവനെ നോക്കി. കണ്ടോ, ഇപ്പോഴും കള്ളത്തരമാണ്, അല്ലി പറഞ്ഞു. അവന് ശരിക്കും ചിരി വന്നിരുന്നു. ഈ പെണ്ണിനെ ഇങ്ങനെ കളിപ്പിക്കാൻ എന്താ രസം, അവൻ ഓർത്തു. അല്ലി സിന്ദൂരം കയ്യിലെടുത്തതും അവനത് കയ്യിലേക്ക് വാങ്ങി. ഇത് ഇനി മുതൽ ഞാൻ തന്നെ ഇട്ടു തന്നോളാം. അവൻ അവളുടെ നിറകിൽ ചെറുതായി സിന്ദൂരം തൊട്ടുകൊടുത്തു. ഇത് മതി, അവൻ അതിന്റെ ഭംഗി ആസ്വദിച്ചു. സിന്ദൂരം ഇടുമ്പോ നല്ല ഭംഗിയാണ്. ഇറ്റ് മേക്സ് യു ലുക്ക് ഡിവൈൻ. നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട്. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണോ, ആദ്യം കള്ളച്ചിരിയോടെ ചോദിച്ചു. ഇത് എവിടുന്ന് ഇത്രയും കള്ളത്തരം കിട്ടിയത് ആദ്യേട്ടാ? ആദ്യം കാണുമ്പോ എന്ത് പാവം ചെക്കനായിരുന്നു. ഇപ്പൊ നോക്കി മുഴുവൻ കള്ളത്തരം കയ്യിലുണ്ട്. അത് മാത്രോ, പഞ്ചാരിയും. അല്ലിക്ക് ചിരി വന്നു. നിന്റെ അടുത്ത് മാത്രല്ലേ കൃതി, ആദ്യം കള്ളത്തരം ഒട്ടും കുറയ്ക്കാതെ പറഞ്ഞു. ആളുകൾ അറിയണ്ട IPS ഓഫീസർ വീട്ടിൽ എങ്ങനെയാണെന്ന്, അല്ലി അവന്റെ മൂക്കിൽ വിരലോണ്ട് ഇറുക്കി. അതെന്തിനാ മറ്റുള്ളവരറിയുന്ന കരുതി? എന്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ മറ്റൊരു കാര്യങ്ങളും മറ്റുള്ളവരെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. സാമിന് പോലും എന്റെ പല കാര്യങ്ങളും ഇപ്പോഴും അറിയില്ല. നിനക്ക് മാത്രാ എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. നീ എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് കൃതി. നിന്നെ പോലെ മറ്റാരും എന്റെ ലൈഫിലില്ല. എന്റെ മുന്നിലുള്ള ആദ്യമാണ് ശരിക്കുള്ള ആതിഥേയം. മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ ആതിഥേയ IPS മാത്രമാണ്. അവരുടെ മുന്നിൽ എന്റെ കാര്യഗൗരവമുള്ള രൂപം കാണിക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ. ആദ്യ ഗൗരവത്തോടെ പറഞ്ഞ കാര്യങ്ങള് അല്ലി കേട്ടു നിന്നു. ആദ്യം മുന്നിലേക്ക് വന്ന് അല്ലിയെ ചേർത്ത് പിടിച്ചു. അപ്പൊ മനസ്സിലായോ അല്ല ടീച്ചർക്ക്, അവൻ ചോദിച്ചു. എന്നാ പോയാലോ? അവർ രണ്ടുപേരും ഹാളിലേക്ക് ചെന്നു. അവിടെ അച്ഛമ്മയും എല്ലാവരും ഇരുന്നിരുന്നു. കണ്ണൻ വന്നോ? ഞാനൊരു കാര്യം പറയാനാണ് എല്ലാവരെയും വിളിച്ചത്, അച്ഛമ്മ പറഞ്ഞു. എന്താ അച്ഛമ്മേ? ഞാൻ നാളെ തിരിച്ചു പോകും. കണ്ണന്റെ വിവരം അറിഞ്ഞ് വന്നതല്ലേ. ഇപ്പൊ 1 മാസത്തോളം ആവാറായില്ലേ ഞാൻ വന്നിട്ട്. അവിടെ ഒക്കെ അവതാളത്തിലായിട്ടുണ്ടാവും. ഇനി പോവണോ അമ്മേ? കൃഷ്ണൻ ചോദിച്ചു. ഞാനിവിടുന്ന് പോവേണ്ടി വന്ന സാഹചര്യം ഇന്നും അതുപോലെ തന്നെയാണ് കൃഷ്ണ. അതിലൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അച്ഛമ്മ അഞ്ജലിയെയും മാലതിയെയും നോക്കി പറഞ്ഞു. അവർ വേഗം മുഖം താഴ്ത്തി. അമ്മ പോവാനുള്ള കാരണം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് അറിയണമെന്ന് തോന്നുന്നു. ഈ വീട് ഞങ്ങളെയും വിട്ട് സ്നേഹാലയത്തിൽ പോവാൻ എന്താ ഇവിടെ ഉണ്ടായത്? കൃഷ്ണൻ ചോദിച്ചു. അഞ്ജലി അവിടെ നിന്ന് വിയർക്കാൻ തുടങ്ങി. താൻ ആദ്യയോട് കാണിച്ച അവഗണന അമ്മ പറയുമോ എന്നോർത്ത് അഞ്ജലി ദയനീയമായി നിന്നു. അച്ഛമ്മ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ വെറുതെ ഒരു വഴക്കുണ്ടാവുമെന്ന് ആദ്യക്ക് മനസ്സിലായി. അവൻ അല്ലേ നോക്കി. അവൾക്കും അത് മനസ്സിലായിരുന്നു. അച്ഛമ്മ പോകുമ്പോ ഞങ്ങളും പോകും കൊച്ചിച്ച, ആദ്യ വേഗം കൃഷ്ണന്റെ ശ്രദ്ധ മാറ്റി. കണ്ണാ, നീ എന്തായി പറയുന്നത്? നീ പോവേ, ഇത് നിന്റെ വീടല്ലേ, അല്ല ഇവിടുത്തെ മരുമകളല്ലേ, നിങ്ങൾ എന്തിനാ പോകുന്നേ? കൃഷ്ണൻ ചോദിച്ചത് കേട്ട് അഞ്ജലിയും മാലതിയും പരസ്പരം നോക്കി. അല്ലിക്കും എനിക്കും ഓഫീസിൽ പോകാൻ എളുപ്പം അവിടെ നിന്നാണ് കൊച്ചിച്ച, ഇതിന് പറയല്ലേ, ആദ്യ പറഞ്ഞു. കൃഷ്ണൻ ധർമ്മസങ്കടത്തിലായി. ആദ്യയുടെ ഇഷ്ടം അതാണെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ കൃഷ്ണ, രാമച്ചനും അവനെ അനുകൂലിച്ചു. കണ്ണാ, ഇപ്പൊ പോയാലും 2 മാസം കഴിഞ്ഞ് മുത്തശ്ശന്റെ ചരമവാർഷികമാണ്. അന്ന് എല്ലാവരും ഇവിടെ ഉണ്ടാവണം. ചില തീരുമാനങ്ങൾ എനിക്കന്ന് പറയാനുണ്ട്. അതിലൊരു മാറ്റവുമില്ല, അച്ഛമ്മ പറഞ്ഞു. എല്ലാവരും അതിന് സമ്മതിച്ചു. ആദ്യയുടെ ഒഫീഷ്യൽ വാഹനത്തിലായിരുന്നു അവൻ അല്ലേ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തത്. സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ അവനെ കാണാനും പരിചയപ്പെടാനും വന്നിരുന്നു. സമയം ഒട്ടുമില്ലാത്തത് കൊണ്ട് പിന്നീട് ഒരിക്കൽ വരാമെന്ന് ഉറപ്പ് കൊടുത്ത് ആദ്യ വേഗം ഇറങ്ങി. കാറിൽ കയറി അവൻ അല്ലിയെ നോക്കി തലയാട്ടി. അവന്റെ കാർ ഗേറ്റ് കടക്കുന്നത് വരെ അല്ലി അവിടെ നിന്നിരുന്നു. പിറ്റേന്ന് അച്ഛമ്മയുടെ ഒപ്പമാണ് ആദ്യയും അല്ലിയും ഫ്ലാറ്റിലേക്ക് പോവാൻ ഇറങ്ങിയത്. ഒരു തവണ പോലും അവർ പോവരുതെന്ന് മാലതി പറഞ്ഞില്ലെന്നത് ഇപ്പൊ അല്ലിക്ക് അത്ഭുതമായിട്ട് തോന്നിയില്ല. കല്യാണത്തിന് മുൻപ് തന്നെ അവർക്ക് ആദ്യയോടുള്ള മനോഭാവം അല്ലിക്ക് മനസ്സിലായിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ട് അവന്റെ അമ്മ എന്നൊരു സ്ഥാനം അവർക്ക് കൊടുക്കാൻ അല്ലിക്കും പറ്റില്ലായിരുന്നു. അച്ഛമ്മയെ കൊണ്ടുപോയി ആക്കാമെന്ന് ആദ്യ അല്ലിയും പറഞ്ഞിട്ടും അച്ഛമ്മ സമ്മതിച്ചില്ല. ഡ്രൈവറിന്റെ ഒപ്പമാണ് അച്ഛമ്മ പോയത്. അച്ഛമ്മയുടെ പുറകെ ആദ്യം ഇറങ്ങി. രാമച്ചനോട് ഇടയ്ക്ക് അങ്ങോട്ട് വരണമെന്ന് അല്ലി പറഞ്ഞു. അയാൾ ആദ്യം നോക്കിയതും അവൻ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛൻ വരണം, ആദ്യ പറഞ്ഞു. ഞാൻ വരും,
എന്റെ മോന്റെ കൂടെ ഇനിയെങ്കിലും ഞാൻ ഉണ്ടാവണം. പക്ഷേ അതിനു മുൻപ് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. എന്നിട്ടേ ഞാൻ വരൂ. അയാൾ മാലതിയെ നോക്കി. അയാളുടെ ഭാവം അവരുടെ മുഖത്ത് ഒരു പരിഭ്രാന്തി ഉണ്ടാക്കി. ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളും പുറത്തു വരാൻ സമയമായെന്ന് അയാളുടെ നോട്ടം അവരിൽ ഒരു ഭീതി ഉണർത്തി. അവർ വേഗം അകത്തേക്ക് നടന്നു. ആദ്യം മല്ലിയും പോകുന്നതിൽ ഏറ്റവും സങ്കടം ലച്ചുവിനായിരുന്നു. അവൾ എപ്പോ വിളിച്ചാലും ഓടി വരാമെന്ന് പറഞ്ഞ് അവർ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ അവർ തറവാട്ടിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് തിരിച്ചു. അവരുടെ മാത്രമായ ലോകത്തേക്ക്, അവരുടെ സ്വർഗത്തിലേക്ക്. അധികം വൈകാതെ അവർ ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നു. വെൽക്കം ഹോം മൈ ഡിയർ വൈഫി. ഫ്ലാറ്റിന് മുന്നിൽ എത്തിയതും ആദി പറഞ്ഞു. അലി ചിരിയോടെ ഡോർ തുറക്കാൻ കൈ നീട്ടിയതും ഡോർ തനിയെ തുറന്നു. അലി ഞെട്ടി നോക്കിയതും നിലവിളക്കുമായി നിൽക്കുന്ന നന്ദിനിയായിരുന്നു മുന്നിൽ. അനിയച്ചനും ചെറിയച്ഛനും ചെറിയമ്മയും അനിയന്മാരും ആലിയും സാമിച്ചനും ഒക്കെ പുറകിൽ ചിരിയോടെ നിന്നിരുന്നു. അലി അത്ഭുതത്തോടെ ആദ്യം നോക്കി. ആദ്യം അവളെ നോക്കി കണ്ണുകൾ ചിമ്മി. വാങ്ങിക്ക്, അവൻ പറഞ്ഞു. അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി അലി അകത്തേക്ക് കയറി. അല്ലിക്കായി ചെറിയൊരു പൂജാ ഏരിയ ആദ്യം ഒരുക്കിയിരുന്നു. ഭിത്തിയോട് ചേർന്ന് ഒരു കൃഷ്ണ വിഗ്രഹം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വിളക്ക് കത്തിച്ച് അലി പ്രാർത്ഥിച്ചു. ആദ്യം അലിയുടെ ഒപ്പം നിന്ന് ഭഗവാനെ തൊഴുതു. പൊതുവെ പ്രാർത്ഥനയൊന്നുമില്ലെങ്കിലും ഈ ദിവസം അവന് പ്രാർത്ഥിക്കാതെ ഇരിക്കാനായില്ല. അലി തന്നതിന് അവൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അമ്മ, അച്ഛാ, അലി അത്ഭുതത്തോടെ വിളിച്ചുകൊണ്ട് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇതൊക്കെ എപ്പോ? ഒക്കെ ആദ്യയുടെ പ്ലാനാണ്. നീ ഇവിടെ വരുമ്പോ നിന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് അവൻ നിർബന്ധമായിരുന്നു, അച്ഛൻ പറഞ്ഞു. അലി സന്തോഷത്തോടെ ആദ്യം നോക്കി. അവനും അവളെ തന്നെ നോക്കുകയായിരുന്നു. അച്ഛനെയും അമ്മയും ഒക്കെ കണ്ടപ്പോ അവൾക്കുണ്ടായ സന്തോഷം. അതിനുവേണ്ടിയല്ലേ താൻ ഇതൊക്കെ ചെയ്തത്? അവളുടെ ഈ മുഖത്തെ സന്തോഷം എന്നും കാണാനല്ലേ തന്റെ ആഗ്രഹം? അവൻ അവളെ നോക്കുകയും മനസ്സിൽ പറഞ്ഞു. ആലി അലിയുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടത് മാതിയുടെ മുഖം മങ്ങി. ഇപ്പോഴും അവൾ ഇങ്ങനെ ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാൻ മനസ്സിന് പറ്റിയിട്ടില്ല, അവൻ ഓർത്തു. സാം വന്ന് അവന് തോളിലൂടെ കൈയിട്ട് പിടിച്ചു. അതുങ്ങളെ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ ഐപിഎസേ. ആ ലോകത്ത് നമുക്ക് കെട്ടിയന്മാർക്ക് സ്ഥാനമില്ല. അവര് കൂടിയാ നമ്മള് പുറത്താ. സാം ആദ്യം കൊണ്ട് നടന്നു. ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി. എല്ലാവരും കഴിഞ്ഞേ ഞാനുള്ള ജീവിതത്തിലുള്ളൂ. നെഞ്ചിലൊരു ഭാരം പോലെ അതിക്ക് തോന്നി തുടങ്ങി. അവളെ മറ്റാർക്കും കൊടുക്കാതെ അവന്റെ ഹൃദയത്തിൽ തന്നെ പൊതിഞ്ഞു വെക്കാൻ തോന്നുന്ന സ്വാർത്ഥത. അല്ലിയെ, നീ എന്നെ മറന്നോ? കല്യാണം കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ല, അലി സങ്കടം പറഞ്ഞു. അവളുടെ കെട്ടിയും കുത്തുകെട്ടി കിടക്കുമ്പോ അവൾ നിന്നെ വിളിച്ച് വിശേഷം പറയാം, സാം വിളിച്ചു പറഞ്ഞു. അതും ശരിയല്ലേ, സോറി ഡി. അമ്മമാരെല്ലാവരും അടുക്കളയിലേക്ക് ചെന്നപ്പോ അല്ലിയും ആലിയും അവരുടെ കൂടെ ചെന്നു. അച്ഛന്മാർ ആദിയുടെ കൂടെ സംസാരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞതും ആദിയുടെ മടിയിലേക്ക് അവന്റെ കുഞ്ഞളിയന്മാർ ഓടി വന്ന് കയറിയതും ആദിയുടെ മുഖം വിടർന്നു. പിന്നെ അവരുടെ കൂടെ അവന്റെ സംസാരം. എല്ലാവർക്കുമുള്ള വെള്ളവുമായി വന്ന അല്ലി നോക്കിയത് ആദിയെയാണ്. മറ്റൊന്നും ശ്രദ്ധിക്കാതെ അനിയന്മാരുടെ കൂടെ കളിക്കുന്ന ആദിയെ അല്ലിയും ശ്രദ്ധിച്ചു. അവന്റെ ഈ സന്തോഷം എന്നും ഉണ്ടാവണമെന്ന് ആ നിമിഷം അവളെ പ്രാർത്ഥിച്ചു. ഉച്ചയ്ക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം പുറത്തുനിന്നും വരുത്തിയിരുന്നു. എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഇതൊക്കെ ആദിക്ക് പുതുമയുള്ള കാര്യങ്ങളായിരുന്നു. അവന് ഒരു തവണ പോലും അവരുടെ ഇടയിൽ താൻ പുതിയതാളാണെന്ന് തോന്നലുണ്ടായതേയില്ല. അന്നത്തോടെ അലിയുടെ അച്ഛനോടൊപ്പം ചെറിയച്ഛനും ആദിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. അവരോടൊക്കെ സ്വന്തം അച്ഛനേക്കാളും ബന്ധുക്കളെക്കാളും അടുപ്പമാണ് ആദിക്ക് തോന്നിയത്. അവരും തിരിച്ചവനെ അതുപോലെ തന്നെയാണ് കണ്ടതും. വൈകുന്നേരം ചായ കുടിച്ച ശേഷം അലിയുടെ വീട്ടുകാർ എല്ലാവരും തിരികെ പോയി. കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കാൻ അവരെ ക്ഷണിച്ചിട്ടാണ് അവർ പോയത്. ആദ്യം ഒരു മടിയും കൂടാതെ സമ്മതിക്കുകയും ചെയ്തു. ആലിയും സാമും മാത്രം കുറച്ചുകൂടി കഴിഞ്ഞു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നു. സന്ധ്യയോടെ അവരും പോവാനായി ഇറങ്ങി. അവര് പോയ ശേഷം ഡോർ അടച്ച് അല്ലിയും ആദ്യം അകത്തേക്ക് കയറി. ഇനി നമ്മൾ മാത്രം അല്ലേ കൃതി? ആദ്യ ചോദിച്ചു. തനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടോ കൃതി? ജോയിന്റ് ഫാമിലിയല്ലേ താൻ ഇത്ര നാളും ജീവിച്ചത്. ഇനി എന്റെ കൂടെ ഒറ്റയ്ക്ക് തനിക്ക് പറ്റുമോ? ആദ്യ ചോദിച്ചു. പിന്നെ പറ്റാതെ? അതിന്റെ കൂടെയല്ലേ ഞാൻ, പിന്നെന്താ? ഇപ്പോഴേ നമ്മൾ ഒറ്റയ്ക്ക്, കുറെ കഴിയുമ്പോ നമ്മുടെ മക്കളും ഉണ്ടാവില്ലേ, അപ്പൊ ഒറ്റയ്ക്കാവില്ലല്ലോ, അല്ലി പെട്ടെന്ന് പറഞ്ഞുപോയി. പക്ഷെ പിന്നെയാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് ബോധം വന്നത്. അവള് പയ്യെ തിരിഞ്ഞു നോക്കിയതും ഒരാളവൾ പറഞ്ഞത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ലി വേഗം കിച്ചണിലേക്ക് ഓടി കയറി. ഛേ അല്ലി, എന്താ നീ പറഞ്ഞത്? ആദ്യം എന്തോർത്തിട്ടുണ്ടാവും? ചമ്മലോടെ അവളെ സ്വയം തലയിൽ ഒരു കൊട്ടു കൊടുത്തു.
ഒരു നിമിഷം കഴിഞ്ഞാണ് ആദിക്ക് അല്ലി പോയത് മനസ്സിലായത് തന്നെ. അവള് പറഞ്ഞത് ആലോചിച്ചതും അവൻ ചിരിച്ചുപോയി. കിച്ചണിലേക്ക് അവളുടെ പുറകെ ചെന്നതും അല്ലി അവിടെ നല്ല പണിയിലായിരുന്നു. സത്യം പറഞ്ഞ ആദിക്ക് ചിരി അടക്കാനായില്ല. കാരണം അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നിട്ടും മാഡം എന്തൊക്കെയോ ചെയ്യുകയാണ്. കഴിയ ഗ്ലാസ് തന്നെ വീണ്ടും കഴുകി തുടച്ചു വെച്ച പ്ലേറ്റുകൾ പിന്നെയും തുടച്ചു നിൽക്കുന്ന അല്ലിയെ ആദ്യം നോക്കി നിന്നു. കൃതി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ വന്നിട്ട് ഒരുമിച്ച് ഫുഡൊക്കെ എടുക്കാം. താൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ, ആദ്യം അല്ലിയോട് പറഞ്ഞു. അല്ലി ഞെട്ടിത്തിരിഞ്ഞതും ആദ്യ റൂമിലേക്ക് പോയിരുന്നു. പക്ഷേ റൂമിലേക്ക് കയറിയ ആദിയുടെ അവസ്ഥ അല്ലിയേക്കാൾ ഭയാനകമായിരുന്നു. ആ റൂമിലെ ബെഡിൽ ഇല്ലാത്ത പൂക്കൾ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. സാമും ആലിയും ഇവിടെ റെസ്റ്റ് എടുക്കാൻ കയറിയപ്പോളെ ആദിക്ക് സംശയം ഉണ്ടായിരുന്നതാണ്. പിന്നെ ആളത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവന് സംഭവം ക്ലിയർ ആയി. രണ്ടും കൂടി ഇവിടെ മണിയറ ഒരുക്കിയതായിരുന്നു. ഈ റൂമിലേക്ക് വരുന്ന അല്ലിയുടെ അവസ്ഥ ഓർത്തിട്ട് ആദിക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. അവൻ വേഗം കുളിക്കാൻ കയറി. വേഗം കുളിച്ച് ഫ്രഷായി അവൻ പുറത്തേക്ക് ചെന്നു. TV കാണുകയായിരുന്ന അലിയുടെ അടുത്താണെന്നിരുന്നതും അലി ഞെട്ടിപ്പോയി. എന്താ കാണുന്ന കൃതി? ആദ്യം അവളോട് ചോദിച്ചുകൊണ്ട് അവന്റെ മടിയിലേക്ക് കിടന്നു. അലി ഒന്ന് വിറച്ചു പോയെങ്കിലും പിന്നെ അവന്റെ മുടിയിലൂടെ വിരലോടിക്കാൻ തുടങ്ങി. അതില്ലേ, ഞാൻ ഇത്ര അടുത്ത് വരുമ്പോ കൃതി എന്തിനാ വിറയ്ക്കുന്നേ? കൃതിക്ക് എന്നെ പേടിയാണോ? ആദ്യ ചോദിച്ചു. ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല. പെട്ടെന്ന് വന്നിരുന്നപ്പോ ഞെട്ടിയതേ ഉള്ളൂ, അല്ലി വേഗം പറഞ്ഞു. എന്നാൽ നമുക്ക് കഴിച്ചാലോ? അല്ലെങ്കിൽ തന്നെ മസാല ഞാൻ ഉറങ്ങിപ്പോവും. നല്ല സുഖം. ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് ക്ലീനിങ് ചെയ്തത്. ഇനി ഇതൊക്കെ എടുത്ത് വെക്കാനല്ലേ ഉള്ളൂ, അത് ഞാൻ ചെയ്യാം. കൃതി ഒന്ന് ഫ്രഷ് ആയിക്കോ, ആദ്യം അല്ലിയോട് പറഞ്ഞു. അല്ലി തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. ആദ്യ കള്ളച്ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കി. റൂമിലേക്ക് കയറിയ അല്ലി പകച്ചു നിന്നുപോയി. അത് ആരുടെ ഐഡിയ ആണെന്ന് അവൾക്ക് അപ്പൊ തന്നെ മനസ്സിലായി. ഈ പെണ്ണിനെ ഞാൻ കൊല്ലുമെന്ന്. ഷേ, ആദ്യത്തെ കണ്ടിട്ടുണ്ടാവല്ലോ ദൈവമേ, നാണക്കേട്. ഇനി എങ്ങനെയാ മുഖത്ത് നോക്കും? അല്ലി ഓർത്തു. ഡ്രസ്സ് എടുത്ത് അവള് വേഗം കുളിക്കാൻ കയറി. അവള് കുളിച്ചിറങ്ങിയതും ആദ്യ റൂമിലുണ്ടായിരുന്നു. അല്ലിയുടെ മുഖം വിളറിപ്പോയി. രാമും ആലിയും നന്നായി കഷ്ടപ്പെട്ടു അല്ലേ കൃതി? അത് ചോദിച്ചു. അല്ലി ചമ്മലോടെ തലയാട്ടി. എന്നാ കിടന്നാലോ? അവൻ ചോദിച്ചു. അല്ലി മൂളി. തനിക്ക് ഈ പൂക്കളിൽ കിടക്കണോ? വേണ്ട, എനിക്കും വേണ്ട. അവൻ ഷീറ്റോടെ എല്ലാം വാരിയെടുത്ത് മാറ്റിയതും അല്ലി മറ്റൊരു ഷീറ്റ് വിരിച്ചു. അല്ലി ബെഡിലേക്ക് കിടന്നു. ആദ്യം മറുഭാഗത്തായി കിടന്നു. ആദ്യം അവന്റെ കൈ നീട്ടി വെച്ചതും അല്ലി ആ കൈയിലേക്ക് കയറി കിടന്നു. അവളൊന്ന് ചരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. നേരത്തെ എന്താ കൃതി പറഞ്ഞത്? ഇവിടെ ഒറ്റയ്ക്കാവാതിരിക്കാനുള്ള എന്തോ ഒരു ഐഡിയ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, അവൻ ചോദിച്ചു. അവളുടെ നെറുകിലായി അവന്റെ അധരങ്ങൾ പതിഞ്ഞു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാ. സത്യം പറഞ്ഞ എനിക്ക് ചെറുതായ ഒരു ആഗ്രഹമുണ്ട് കൃതി. ആദ്യം പറഞ്ഞത് കേട്ട് അല്ലി ഞെട്ടിയാണ് നോക്കി. പക്ഷെ പെട്ടെന്ന് വേണ്ട. എനിക്ക് കൃതിയെ സ്നേഹിക്കാനും കൃതിക്ക് എന്നെ സ്നേഹിക്കാനും മാത്രം നമുക്ക് കുറച്ച് സമയം വേണം. എന്നിട്ട് മതി കുട്ടികളൊക്കെ, അല്ലേ? ആദ്യം അവളെ നോക്കി ചോദിച്ചു. അലി തലയാട്ടിക്കൊണ്ട് ആദ്യം നെഞ്ചിലേക്ക് മുഖം ചേർത്തു. പിന്നെ ആദരങ്ങളും അവന്റെ നെഞ്ചിൽ ചേർന്നു. ആദ്യം അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു.